BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്നും പുറത്തുപോകുമെന്ന സൂചന നൽകിയ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ അതായത് ADMKയിൽ നിന്ന് 2 MLA രാജിവെച്ച് TVKയിൽ ചേരാൻ സാധ്യതയേറുന്നു. 4ഇടത്ത് മത്സരിച്ച ADMK 3ഇടത്ത് DMK ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇതിൽ മയിലാടുതുറ ജില്ലയിലെ സീർക്കാഴി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച R. സെന്തിൽ സെൽവൻ, തെങ്കാശി ജില്ലയിലെ കടയന്നൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച TM രാജേന്ദ്രൻ എന്നിവരാണ് രാജിവെക്കാൻ സാധ്യതയേറുന്നത്. ഇവർ ADMKയിൽ നിന്ന് മത്സരിച്ചെങ്കിലും ചിഹ്നം ഉപയോഗിച്ചതിനാൽ നിയമസഭയിൽ DMKയുടെ വീപ്പ് അനുസരിക്കേണ്ടി വരും. അതിനാൽ MLA സ്ഥാനം രാജിവെക്കാതെ കൂറുമാറിയാൽ അയോഗ്യതയുണ്ടാകും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് രാജിവെച്ച മണ്ഡലമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നന്ദി പര്യടനത്തിന് എത്തിയപ്പോൾ ADMK സ്ഥാപക നേതാവായ വൈഗോയുടെ മകൻ ദുരൈ വൈഗോ MP വിജയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. സ്ഥലം MP കൂടിയായ ദുരൈ വൈഗോ MLA രാജിവെച്ച പാർട്ടി മാറുന്നതിനെ അനുകൂലിച്ചിരുന്നു. ഇതോടെയാണ് ADMKയുടെ മുന്നണി മാറ്റത്തിൽ ചർച്ച തുടങ്ങിയത്. ഇതിനിടെ DMK നിർബന്ധിച്ച് ചിഹ്നം നൽകിയെന്ന് ആവർത്തിച്ച വൈഗോ രംഗത്തെത്തിയിരുന്നു. പാർട്ടി തലത്തിൽ വൻ അഴിച്ചുപണിക്ക് DMK ഒരുങ്ങുന്നതായി സൂചനയുമുണ്ടാവും. ഓരോ 2 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വിഭജിച്ച ജില്ലാ സെക്രട്ടറിമാരുടെ എണ്ണം കൂട്ടും. യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുന്നതിനായി യുവജന ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശരിയായി പ്രവർത്തിക്കാത്തതോ പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഫലം നൽകാത്തതോ ആയ നിലവിലുള്ള ജില്ലാ സെക്രട്ടറിമാരെ ഒഴിവാക്കും. പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചും പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിനും ശേഷമാണ് മാറ്റത്തിനൊരുങ്ങുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.